അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയരെ, ഡീപ്പ് ഫേക്ക് സത്യം മരിക്കുന്ന കാലം എന്ന ആശയത്തിൻ്റെ ഉൾനാമ്പിലേക്ക് നാം കടന്നു വരുമ്പോൾ എനിക്ക് ആദ്യമായി ഓർമ്മ വരുന്നത് പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ ഔവ്വയാറിൻ്റെ വരികളാണ്. കണ്ണാൽ കാൺപതും പോയി, കാതാൽ കേൾപ്പതും പോയി, ധീര വിസാരിപ്പതേ മൈ. കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതുമല്ല സത്യം, സ്വന്തം യുക്തി കൊണ്ട് ചിന്തിച്ച് ബോധ്യപ്പെടുത്തുന്നതാണത്രേ സത്യം. പണ്ടെന്നോ നമ്മൾ കേട്ട ഈ വരികൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അനർത്ഥമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സത്യം മരിച്ചാൽ കാലത്തിന് അടിത്തറയുണ്ടാകുമോ? സത്യം മരിക്കാൻ അനുവദിക്കാമോ? ഇന്നേവരെ ലോകത്തേക്ക് എന്തെല്ലാം ധാർമ്മിക നിലപാടുകൾ വന്നിട്ടുണ്ട്, അവയെല്ലാം സത്യത്തിന് പ്രാധാന്യം നൽകുന്നവയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ സംസാരിച്ചാൽ സത്യം പറയുക. സത്യം മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തിരുസുന്നത്ത് മുറുകെ പിടിക്കാൻ പറ്റണം. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകം കീഴടക്കുമ്പോൾ ഡീപ്പ് ഫേക്ക് എന്ന സാങ്കേതിക വിദ്യ നമ്മുടെ ജനാധിപത്യത്തിനും വ്യക്തി സുരക്ഷയ്ക്കും സാമൂഹിക ജീവിതത്തിനും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഡീപ്പ് ഫേക്ക്? വിശ്വസനീയമായ ഒരു ഓഡിയോയിലോ ഒരു വീഡിയോയിലോ മറ്റൊരാളുടെ മുഖമോ ശബ്ദമോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ച് കൃത്യതയോടെ വെച്ച് പിടിപ്പിക്കുന്നൊരു രീതിയാണിത്. അഥവാ നമ്മുടെ ബോധമനസ്സിൽ നാം ചിന്തക്ക് പോലും ഇടം കൊടുക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് വരുത്തി വഴിക്കുമ്പോഴുള്ള അവസ്ഥ. ഇതൊരു ചെറിയ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കാൻ ആഗോളതലത്തിലെ ചില ഞെട്ടിക്കുന്ന ഔദ്യോഗിക കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആഗോള പഠനം അനുസരിച്ച് ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്ന ഡീപ്പ് ഫേക്ക് ഉള്ളടക്കങ്ങളുടെ എണ്ണം കഴിഞ്ഞ 2 വർഷത്തിനിടെ 80 ലക്ഷത്തിലധികമായി കുതിച്ചുയർന്നു എന്നാണ് കണക്കുകൾ നമ്മെ ചൂണ്ടിക്കാട്ടുന്നത്. സൈബർ ലോക പണം തട്ടലുകളിൽ നിന്ന് ഡീപ്പ് ഫേക്ക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കഴിഞ്ഞ 2 വർഷങ്ങൾ അപേക്ഷിച്ച് 30 ഇരട്ടി വർധനവാണ്. നമ്മുടെ ശബ്ദം വെറും 3 സെക്കൻഡ് മാത്രം കേട്ടാൽ വോയിസ് ക്ലോണിംഗ് തട്ടിപ്പുകളുടെ മാത്രം 7 ഇരട്ടി വർധനവാണ് ലോകത്താകെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നോബൽ പ്രൈസ് ജേതാവായ ക്രിസ്റ്റ്യൻ ലൂസ് ലാംഗി പറയുന്നുണ്ട്, ടെക്നോളജി ഈസ് എ യൂസ്ഫുൾ സെർവൻറ്റ് ബട്ട് എ ഡേഞ്ചറസ് മാസ്റ്റർ. നമ്മുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെ ഭരിക്കാൻ അനുവദിച്ചാൽ അത് അപകടകാരിയായ യജമാനായി മാറും എന്നതിൻ്റെ തെളിവാണ് ഇത്തരം കണക്കുകൾ. പൊതുസമൂഹ വിശ്വാസം കളങ്കപ്പെടുകയാണ് ഇവിടെ. പ്രശസ്ത എഴുത്തുകാരൻ മാർക്ക് ട്വെയിൻ പറഞ്ഞൊരു വാചകമുണ്ട്, സത്യം അതിൻ്റെ ചെരുപ്പെട്ടിറങ്ങുന്നതിന് മുമ്പ് അസത്യം ലോകത്തിൻ്റെ പകുതിയും സഞ്ചരിച്ചിട്ടുണ്ടാകും. കളവിൻ്റെ വാതിൽ പഴുതിലൂടെ അക്രമ ശിക്ഷയിൽ നിന്നും രക്ഷ നേടുകയാണ്. കളവ് ഉപേക്ഷിച്ചാൽ തന്നെ ഒരു പരിധിവരെയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം നേടാം. ഒരിക്കൽ ഒരാൾ തിരുസന്നിധിയിലെത്തിക്കൊണ്ട് പറയുകയാണ്, നബിയെ, എനിക്ക് മദ്യപിക്കാൻ ആഗ്രഹം ജനിക്കാറുണ്ടെന്ന്. അപ്പോൾ നബിത്തങ്ങൾ പ്രതിവിധിയായി നിർദ്ദേശിച്ചത് നീ കളവ് പറയരുതെന്നായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ ആഗ്രഹം ജനിക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കും, ഞാനിന്ന് മദ്യപിച്ച് മടങ്ങിയാൽ താൻ ഇന്നലെ രാത്രി എന്ത് ചെയ്യുകയായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ ഞാൻ കളവ് പറയേണ്ടി വരുമല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് സത്യസന്ധത പാലിക്കാനുള്ള തീരുമാനം അദ്ദേഹം എല്ലാം വെടിഞ്ഞു. അങ്ങനെ വലിയ തെറ്റിൽ നിന്ന് മുക്തനാക്കി എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഇന്ന് കോടതികൾ വ്യാജമൊഴിയുടെയും കള്ളസാക്ഷ്യത്തിൻ്റെയും കുത്തുകയായി മാറുമ്പോൾ നീതി പലപ്പോഴും പുറം പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. കാരണം ഇന്നൊരു കുറ്റവാളി ചെയ്ത തെറ്റിൻ്റെ യഥാർത്ഥ വീഡിയോ പുറത്തു വന്നാൽ അദ്ദേഹത്തിന് എളുപ്പത്തിൽ സമൂഹത്തോട് പറയാം, ഇത് ഞാനല്ല, ഇത് AI ഉപയോഗിച്ച് എൻ്റെ ശത്രുക്കൾ നിർമ്മിച്ച ഡീപ്പ് ഫേക്കാണെന്ന്. സത്യം തെളിയിക്കാൻ പോലും പറ്റാത്ത വിധം ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസ്യത തകരുകയാണ് ഇവിടെ. ഒരു നിലവാരമുള്ള AI വീഡിയോ 24.5% മാത്രമാണ് വ്യാജമാണെന്ന് മനസ്സിലാക്കുക. ബാക്കി 75%-ലധികവും വ്യാജത്തെ സത്യമായി വിശ്വസിക്കുന്നു. സത്യം മരിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യം സത്യമായി നിലനിൽക്കാൻ നാം എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്ററുകളും ബാനറുകളും വൈകാരികതയോടെ പ്രതികരിക്കാതെ അതിൻ്റെ ഉറവിടം തേടാൻ ശ്രമിക്കുക.
ഇത് ഡിജിറ്റൽ യുഗമാണ്. സാങ്കേതിക വിദ്യക്ക് വിലക്കേർപ്പെടുത്തുക എന്നത് നമ്മുടെ വികസനത്തിന് അഭികാമ്യമല്ല. ലക്ഷക്കണക്കിന് ഡീഫേക്കുകൾ വന്ന് വഞ്ചനാവലിയെ അവിശ്വസിപ്പിച്ചാലും അസത്യമെന്നും അസത്യം തന്നെയാണ്. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരണം മൂലം സത്യത്തെ മരിക്കാൻ നാം അനുവദിച്ചുകൂടാ. കണ്ണിൽ കാണുന്നതും കാതിൽ കേൾക്കുന്നതും കണ്ണടച്ച് വിശ്വസിക്കാതെ അതിൻ്റെ ഉറവിടം തേടാൻ ശ്രമിക്കുക. ഒരു വിവേചന ബുദ്ധിയുള്ള ഒരു ജനതയായി നാം മാറേണ്ടതുണ്ട്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.